RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 32 നടന്ന ബ്രസീൽ വിസ ജപ്പാൻ മത്സരത്തെ കുറിച്ചാണ്. കളി തുടങ്ങുന്ന മുമ്പ് തന്നെ ബ്രസീലിനെ ജപ്പാൻ അട്ടിമറിക്കുമെന്ന് ഒരുപാട് പേര് സംസാര വിഷയമായിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗണിത ശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ നടക്കുമോ? അതേപോലെ തന്നെ ജപ്പാന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ സ്പെയിനിനെ ജർമ്മനിനെ കട്ടിമറിച്ചവരാണ്. പക്ഷെ അതൊക്കെ ഗ്രൂപ്പ് സ്റ്റേജിലാണെന്നുള്ള കാര്യം ആലോചിക്കണം. റൗണ്ട് ഓഫ് 16 ഇതുവരെ ജപ്പാന് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3-2 അല്ലെങ്കിൽ 2-1 ചുരുങ്ങിയത് ബ്രസീൽ ജയിക്കുന്നുള്ള കാര്യം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കളി തുടങ്ങി ബ്രസീലും ജപ്പാനും അവരുടേതായ പോരാട്ട വീര്യം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. ഒരു സൈഡിൽ ബ്രസീലിന്റെ അറ്റാക്കും അതേപോലെ തന്നെ ജപ്പാന്റെ കൗണ്ടറുകളും അതേപോലെ തന്നെ സെറ്റ് പീസുകൾ എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ 29-ാം മിനിറ്റിലാണ് ബ്രസീലിനെ നെട്ടിച്ചുകൊണ്ട് ആ ഒരു സ്റ്റേഡിയത്തിലെ മൊത്തം ബ്രസീൽ ഫാൻസിനെ നിശബ്ദരായിക്കൊണ്ട് 29-ാം മിനിറ്റിൽ ജപ്പാൻ ആദ്യ ഗോൾ വല കൽക്കുന്നത്. കാസിമേറോന്റെ ഒരു മിസ്സും അതേപോലെ തന്നെ ബ്രസീലിന്റെ ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു വലിയൊരു ഗ്യാപ്പിലൂടെയാണ് ആ ഗോൾ സ്കോർ ചെയ്യുന്നത്. പെനാൾട്ടി ബോക്സിന്റെ പുറത്ത് വെച്ച് ഡി ബോക്സിന്റെ പുറത്ത് വെച്ച് അടിക്കുന്ന ഷോട്ട് അലിസൺ ബക്കറയും മറികടന്ന് ഗോൾ പോസ്റ്റിന് ചലിപ്പിക്കുമ്പോൾ ജപ്പാൻ ഫാൻസ് അവിടെ എന്താ പറയുക, ജപ്പാൻ ഫാൻസും അതേപോലെ തന്നെ ബ്രസീലിന്റെ വിരോധികളും ആഹ്ലാദിക്കുകയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് വലിയ ഇമ്പാക്റ്റുകളൊക്കെ കുറച്ച് ചാൻസുകളൊക്കെ കിട്ടിയാലും വലിയ ഇമ്പാക്റ്റുകളൊന്നും ഇല്ലാതെ രണ്ട് ടീമുകൾ അതേപോലെ കിട്ടുന്ന അവസരങ്ങളൊക്കെ കൗണ്ടറിലൂടെ ഗോൾ നേടാനും അതേപോലെ തന്നെ ബ്രസീൽ ഫസ്റ്റ് ഹാഫിൽ നോക്കിയ കുറെ സെറ്റ് പീസുകളിലൂടെ എന്താ പറയുക, ജപ്പാന്റെ ഒരു പോരായ്മയാണ് ഈ സെറ്റ് പീസിൽ ഗോൾ വഴങ്ങാനുള്ള ചാൻസുകൾ. എന്താ പറഞ്ഞാൽ ഉയരം കുറവാന്നുള്ള കാര്യം കൊണ്ട്. അപ്പോൾ ആ ഒരു ചാൻസ് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ 1-0 ഫസ്റ്റ് ഹാഫിൽ പിരിഞ്ഞപ്പോ എല്ലാവരും വിചാരിച്ചു ബ്രസീലിന്റെ കഥ തീർന്നു. പക്ഷേ കാർലോ അഞ്ചലോട്ടി എന്ന് പറയുന്ന ബ്രസീലിന്റെ ഒരു കോച്ച് കൂടെ ആ ഒരു അക്കൗണ്ടിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സെക്കൻഡ് ഹാഫിൽ ബ്രസീൽ ഇറങ്ങിയത്. എല്ലാവരും വിചാരിച്ചു അത്രയും മോശം പെർഫോമൻസ് ഉണ്ടായത് കാസിമിറോ ഇഖാനെ മാറ്റിയിട്ട് അവിടെ വേറെ ആരെങ്കിലും മിഡ്ഫീൽഡിൽ കൊണ്ടുവരുന്നു വിചാരിച്ചു. പക്ഷെ കൊണ്ടുവന്നതോ ഹെൻഡ്രിക്കിനെ, നമ്പർ 9 സ്ട്രൈക്കറിനെയാണ് കൊണ്ടുവന്നത്. അവിടെ തന്നെ എതിരാളികളെ ഒന്ന് വിറപ്പിച്ച് ഗോൾ അടിക്കാനാണ് അതേശേഷം മാർട്ടിനെല്ലിയെ കൊണ്ടുവരുന്നു. എമ്മാതിരി സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ കാർലോ അഞ്ചലോട്ടി എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടീമും ബ്രസീലും അതിനു മുന്നിലാണ് ജപ്പാന് പരാജയപ്പെട്ടത്. സെക്കൻഡ് ഹാഫിൽ ജപ്പാൻ ഒരു പിഴവ് പറ്റി. എന്താന്ന് വെച്ചാൽ അവര് ഡിഫെൻസീവായിട്ട് കളിക്കാൻ തീരുമാനിച്ചു. എന്താ പറഞ്ഞാൽ അമ്മാതിരി അറ്റാക്കിംഗ് ആയിരുന്നു. 4 ഭാഗത്തുനിന്ന് അറ്റാക്കിംഗ്. ഒരു സൈഡിൽ വിനിയെ 2 പേരായിട്ട് പൂട്ടിയപ്പോ അവര് റയാനിലൂടെയും അതേപോലെ തന്നെ മിഡ്ഫീൽഡിലൂടെ സെന്ററുകളിലൂടെയൊക്കെ ബോള് കയറ്റാൻ തുടങ്ങി ജപ്പാന്റെ ഗോൾ പോസ്റ്റിലേക്ക്. നിരന്തരം അതിൽ എണ്ണം പറഞ്ഞ ഗോള്. വിനിയുടെ ഒരു ചിപ്പ് ഉണ്ടല്ലോ, ആ ഒരു സാധനം സുസുക്കിയുടെ കയ്യിൽ ജസ്റ്റ് തട്ടിയില്ലെങ്കിൽ അത് ഗോളായി മാറാൻ. അതേപോലെ തന്നെ ഒരു കിടിലൻ, അതും കാസിമിറോടെ തന്നെ വന്നത്. അങ്ങനെ കളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയം ഗോൾ വീഴുന്നു. അവസാനം കാസിമിറോ തന്നെ വേണ്ടി വന്നു. ആദ്യ ഗോൾ ബ്രസീലിന് വേണ്ടി ഒരു കിടിലൻ ഹെഡർ. കാസിമിറോ മാൻമാർക്ക് ചെയ്യാതെ വിട്ടതായിരുന്നു. സുസുക്കിയുടെ മുകളിലൂടെയാണ് ആ ബോൾ ഹെഡ് ചെയ്ത്. അപ്പോ ചങ്ങായി ഫസ്റ്റ് ഹാഫിൽ അത്രയും മോശം. എന്താണ് ബ്രസീൽ ഫാൻസ് വരെ ഗ്രൂപ്പുകളിൽ പറയാൻ തുടങ്ങി കാസിമിറോനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസ് ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ കാർലോ അഞ്ചലോട്ടിക്ക് അവരുടെ ഓരോ പ്ലേയേഴ്സിനെ കുറിച്ച് അറിയാം. എന്തുകൊണ്ടാണ് അയാളുടെ സെക്കൻഡ് ഹാഫിൽ കളിപ്പിച്ച് ആ ഒരു ഗോൾ നേടി. അതേപോലെ തന്നെ എന്ത് നേടി, മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടാണ് ഇന്ന് ചങ്ങായി പോയിരിക്കുന്നത്. അപ്പൊ കാസിമിറോന്റെ കളിയൊന്നും എവിടെയും പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അപ്പൊ ചില ഡിഫൻസിൽ ചെറിയ പഴവുകളൊക്കെ ഉണ്ടാവുന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ വിപരീതമായിട്ട് അതിന് പ്രായച്ചിത്തം എന്ന ഒരു ഗോൾ അടക്കം സ്കോർ ചെയ്താണ് ചങ്ങായി ഗ്രൗണ്ട് വിടുന്നത്. അതേപോലെ തന്നെ 90 മിനിറ്റ് എന്താ പറയാ, ബ്രസീൽ ഫാൻസ് ഒക്കെ ഈ മുൾമുനയിൽ നിർത്തിയ ഒരു ഗെയിമാണ്. അതില് 90-ാം മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിന്റെ ടൈമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും എക്സ്ട്രാ ടൈം ഉണ്ടല്ലോ, എക്സ്ട്രാ ടൈമിലേക്ക് പോയി അവിടെ ജയിക്കാന്നുള്ളതിലാണ് ജപ്പാനും അതന്നെ കരുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ രണ്ട് ടീം ഒരു ആ 90+ മിനിറ്റിൽ കളിയൊന്ന് സ്ലോ ആക്കി. പക്ഷെ പെട്ടെന്ന് എവിടെ നിന്നാണെന്ന് അറിയില്ല ആ ഒരു ബോൾ പോകുന്നു. ബ്രൂണോ വിമാറസിന്റെ കാലിൽ ബോൾ എത്തുന്നു. മറ്റുള്ള ഏത് പ്ലെയർ ആണെങ്കിൽ ചിലപ്പോൾ നേരെ അടിച്ചിട്ട് ഡിഫൻഡറുടെ മേലെ അല്ലെങ്കിൽ ബോൾ പോസ്റ്റിന്റെ മുകളിൽ കൂടെ വിട്ടിട്ടുണ്ട്. ഈ ചങ്ങയ മാർട്ടിനെല്ലിക്ക് അവിടെ കൃത്യമായ ഒരു പാസ്, ആ പാസ് അവിടെ വെച്ചിരുത്താതെ ഹോൾഡ് ചെയ്യാതെ ആ ഒറ്റ ടച്ചിൽ ആ ഗോൾ പോസ്റ്റിനുള്ളിലേക്ക് ചിപ്പ് ചെയ്യുന്നത്. സുസുക്കി നോക്കി നിൽക്കാനേ കഴിഞ്ഞത്. സുസുക്കി ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സുസുക്കി കിടന്നുകൊണ്ട് നോക്കായിരുന്നു ആ ബോൾ പോസ്റ്റിനുള്ളിലേക്ക് കയറുന്നത് 90+5 മിനിറ്റ്സിൽ. പിന്നെന്താ വേണ്ടത്? ബ്രസീലുകാർ എന്നിട്ട് എന്താ പറയാ, കോരി തരിക്കാന്ന് പറയില്ലേ. ബ്രസീലിലെ എല്ലാ ഫാൻസും വിചാരിച്ചു പോയി എക്സ്ട്രാ ടൈമിൽ അല്ലെങ്കിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പണി പാളോ എന്നുള്ള ഒരു ഇതിൽ നിന്നായിരുന്നു. എന്തായാലും ഒന്ന് വേർത്തു. പക്ഷെ ജപ്പാന്റെ പോരാട്ട വ്യൂഹം ഫസ്റ്റ് ഹാഫിൽ തന്നെ അവസാനിച്ചു എന്നുള്ള കാര്യം. ഫസ്റ്റ് ഹാഫിൽ അവരുടെ കളി നോക്കി കഴിഞ്ഞാൽ അവര് സെറ്റ് പീസുകളും അതേപോലെ തന്നെ അവരുടെ കൗണ്ടർ അറ്റാക്കുകളും അതേപോലെ തന്നെ അവര് ഗെയിം പ്ലാനിങ്, അവര് ഗ്യാപ്പ് ഉണ്ടാക്കുന്നത്, ആ ഒരു എന്താ പറയാ ബോൾ കൊണ്ടുപോകുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത്, അതൊക്കെ വലിയ സംഭവമായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അവരങ്ങോട്ട് എന്താ പറ്റിയെന്നല്ല. അവരുടെ കോച്ചിന് പറ്റിയ പിഴവാണോ എന്ന് ഇനിയിപ്പോ കോച്ച് എന്താ പറയാ പേപ്പറിലൊക്കെ എഴുതി കൊടുക്കാൻ വിട്ടു അല്ലെങ്കിൽ എഴുതിയത്
കളിക്കാർ കണ്ടില്ല, അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മാതിരി അറ്റാക്കിംഗ് ആയിരുന്നു ബ്രസീലിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ബ്രസീൽ കാർലോ അഞ്ചലോട്ടിയുടെ കീഴിൽ അവര് വരവറിയിച്ച് ഇനി റൗണ്ട് 16 പ്രീ ക്വാർട്ടർ മത്സരമാണ്. അതിൽ ആരാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഒരുങ്ങി തന്നെ ഇരുന്നോളൂ. ഇത് നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിൽ കണ്ട ബ്രസീലേ അല്ല. ഹാഫ് ടൈം വരെ ഒരു ബ്രസീലായിരുന്നെങ്കിൽ ഹാഫ് ടൈമിന് ശേഷം ബ്രസീൽ കളി മാറ്റി. അതും എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ കുഞ്ഞൻ ടീമുകളും ഏഷ്യൻ രാജ്യങ്ങളും അങ്ങനെ പുതിയ പുതിയ ടീമുകൾക്കൊക്കെ പ്രീ ക്വാർട്ടറും ക്വാർട്ടറൊക്കെ മറികടന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ അതിനൊരു എന്താ പറയാ, എന്ന് പറഞ്ഞാൽ ജപ്പാന് നിസ്സാരക്കാരാണ്. യൂറോപ്യൻ വമ്പന്മാരെയൊക്കെ വിറപ്പിച്ചിട്ട് ഫ്രണ്ട്ലി മത്സരമാണ്. പക്ഷെ ഇത് നോക്കൗട്ടാണ്, വേൾഡ് കപ്പാണ്. ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള കാര്യം വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ആ 90+ മിനിറ്റ് കഴിഞ്ഞിട്ടും ബ്രസീൽ ആ ഒരു ഗോൾ നേടിയതും വിജയിക്കുന്നതും. എന്താ പറഞ്ഞാൽ ആ ഗോൾ കഴിഞ്ഞ് പിന്നെ 1.5-2 മിനിറ്റ് കളി ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായി ഗോളിൽ കിടന്ന് കരയായിരുന്നു ആര്, സാമുറായി. ഹക്കിറ്റയും അതേപോലെ തന്നെ മാത്യു കുഞ്ഞിയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാർട്ടിനെലിയും അതേപോലെ തന്നെ ഹെൻഡ്രിക്കൊക്കെ വന്നു. അപ്പോഴും അപ്പോഴും ഗുയിമാരസിനെ ബ്രൂണോ ഗുയിമാരസിനെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് എന്താന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ തന്നെ ചങ്ങായി 4 അസിസ്റ്റുകളാണ്, ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടുന്ന പ്ലെയറായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ അഞ്ചലോട്ടിക്ക് അറിയാം അവരുടെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ബ്രസീലിന്റെ ഓരോ പ്ലെയേഴ്സിനെ കുറിച്ചും. ഗുയിമാരസ് ന്യൂകാസിൽ എന്താണ് കാണിക്കുന്നത് അതേ സാധനം ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലിന്റെ കുപ്പായത്തിൽ അത്ര വലിയ ഒരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാകില്ല. പക്ഷേ ഈ വേൾഡ് കപ്പ് തുടങ്ങിയ ശേഷം മാത്യു കുഞ്ഞ് ആയിക്കോട്ടെ, വിനീഷ്യസ് ജൂനിയർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈ ഒരു ഗുയിമാരസ്, ഈ ഒരു ചങ്ങായി ഗംഭീര പെർഫോമൻസ് ആണ്. അപ്പോ പിന്നെ മാർട്ടിന്റെ കാര്യം പറയേണ്ട, ആഴ്സണൽ ഈ ചങ്ങായി എന്താ ചെയ്യാന്നുള്ളത് അറിയാലോ. സൂപ്പർ സബായിട്ട് ഇറങ്ങി വന്നിട്ട് ആഴ്സണലിനെ ഈ കഴിഞ്ഞ സീസണിൽ ഒരുപാട് മത്സരങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ട്. ഡബിളും സിംഗിളും ഗോളുകളൊക്കെ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ ചങ്ങായി. അപ്പോൾ അതേപോലെ ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ടച്ച് ഒക്കെ എടുത്ത സമയത്ത് ഒരു ഗോൾ ചാൻസ് ഉണ്ടായിരുന്നു ഇവരുടെ ഗോൾ സേവ് ചെയ്യുന്നത്. ഒരു കിടിലൻ അവസരങ്ങളാണ്. അതുപോലെ വിനീഷ്യസ് ജൂനിയർ എന്നും എമ്മാതിരി പൂട്ടിട്ട് 2 പ്ലേയേഴ്സ് ഒക്കെയാണ് അവനെ പൂട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്തരം കളികളിലൊക്കെ ഗോൾ അടിച്ചതും ഇമ്പാക്ട് ഉണ്ടാക്കിയതൊക്കെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ബ്രസീലിന് വേണ്ടിയിട്ട് വിനീഷ്യസ് ജൂനിയർ തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങേരെ പൂട്ടണം എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങേരെ പൂട്ടപ്പോൾ ബാക്കിയുള്ള കുറെ ആൾക്കാർ കൂടി ഉണ്ട്, കഞ്ചലോട്ടി അങ്ങോട്ട് ഇറക്കി വിട്ടു. ഒരു ഭാഗത്ത് റയ്യാനാണെങ്കിൽ, ഒരു ഭാഗത്ത് കാസിമിറോ, മാത്യു കുഞ്ഞും, അങ്ങനെ എന്താ പറയാ മാർട്ടിനെല്ലി, എല്ലാവരും കൂടി അഴിഞ്ഞാടിയ ഒരു മത്സരം എന്ന് പറയാം. അതുപോലെ ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ആദ്യ ഗോൾ വീണതൊക്കെ ശരിയാണ്, അതൊരു പാളിച്ച തന്നെയാണ് പറയാം. പക്ഷെ ഡിഫൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ മിഡ്ഫീൽഡ് എല്ലാം ഉണർന്ന് കളിച്ചപ്പോൾ ബ്രസീലിന് ത്രസിപ്പിക്കുന്ന ഒരു വിജയമാണ്. എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾ പറഞ്ഞ നോക്കൌട്ട് ഗ്രൗണ്ടുകൾ പ്രീ ക്വാർട്ടറും ക്വാർട്ടറും അതേപോലെ തന്നെ സെമി ഫൈനലിലേക്കാണ്. അപ്പൊ എന്തായാലും ബ്രസീൽ കരുതി തന്നെ ആയിരിക്കും ഇനി മുന്നോട്ട് പോവുക. അപ്പോൾ നെയ്മർ ജൂനിയറെ ഇറക്കാത്ത ഒരു വിഷയം ഇപ്പോൾ ഭയങ്കരമായിട്ട് സംസാര വിഷയമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കാർലോ അഞ്ചലോട്ടി നോക്കിയ സമയം തോർത്തും ഈ ഒരു 90 മിനിറ്റ് വരെ 1-1 പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ഗോളോ അല്ലെങ്കിൽ 3 ഗോളിലൊക്കെ ലീഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആൾക്ക് ഇറങ്ങാൻ പറ്റും. കാരണം നീണ്ട കാലത്തെ പരുക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആൾക്ക് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആളെ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ 15 മിനിറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മത്സരത്തിൽ എക്സ്ട്രാ ടൈമിലേക്ക് പോയി കഴിഞ്ഞാൽ കാഞ്ചലോ അഞ്ചലോട്ടിക്ക് പണി കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നെയ്മറെ പോലെ ഒരു പ്ലെയർ ആ ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ട് എക്സ്ട്രാ ടൈമിൽ ഒരു 30ഉം ഒരു 45 ഒരു 50 മിനിറ്റ് കളിക്കണമെങ്കിൽ ചിലപ്പോൾ അതും ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്താ പറയുക 1-1 സമനില പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 2-3 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നെയ്മർ കളത്തിലിറങ്ങി. എന്തായാലും അടുത്ത മത്സരത്തിലും സെക്കൻഡ് ഹാഫിൽ തന്നെ ആയിരിക്കും നെയ്മറുടെ സ്ഥാനം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്താ പറഞ്ഞാൽ ആളുടെ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ നമ്മളെക്കാളും ഇപ്പോഴത്തെ ഒരു ആളുടെ അവസ്ഥയും കാര്യങ്ങളും നമ്മളെക്കാളും അറിയുന്ന ഒരു കോച്ചാണ് കാർലോ അഞ്ചലോട്ടി എന്ന് പറയുന്ന ഈ മനുഷ്യൻ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ നെയ്മറിന്റെ ഇനി ഫ്യൂച്ചറിൽ. എല്ലാവരും കുറെ ആരാധകർ നിരാശയുണ്ട്. പക്ഷെ ബ്രസീൽ ആ മഞ്ഞ കുപ്പായത്തിൽ ജയിപ്പിക്കുക. ആ കാസിമറോന്റെ ആ ഒരു സെലിബ്രേഷൻ ഉണ്ടല്ലോ ഫസ്റ്റ് ഹാഫിൽ, ആ ഫസ്റ്റ് ആ ഗോൾ അടിക്കുന്ന ശേഷം നെയ്മർ ജൂനിയറിന്റെ അടുത്ത് പോയിട്ടാണ് ആ സെലിബ്രേഷൻ. എമ്മാതിരി സെലിബ്രേഷൻ ഉണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഈ കളിയിൽ ചിലപ്പോൾ ബ്രസീൽ ഫാൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഗബ്രിയേൽ അസിസ്റ്റില് കാസിമിറോ ഗോൾ അടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഗുയിമാറസ് അസിസ്റ്റ് ചെയ്തിട്ട് അതേപോലെ തന്നെ മാർട്ടിൻ അടിക്കുന്ന അവസാന ഗോളായിരിക്കും. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കാസിമിറോ ഗോൾ അടിച്ചിട്ട് നെയ്മർ ജൂനിയറിന്റെ അടുത്ത് പോയിട്ട് ഒരു സെലിബ്രേഷൻ ഉണ്ട് ചാടിയിട്ട്. എന്റെ പൊന്നോ, എനിക്ക് പഴയ ബ്രസീലിലേക്കാണ് ഓർമ്മ വന്നത്. ഒരു രക്ഷയില്ലാത്ത ആ ഒരു സെലിബ്രേഷൻ ആയിരുന്നു. അങ്ങനെ നെയ്മർ ജൂനിയർ ഇന്നും ബെഞ്ചിലാണെന്നുള്ള കാര്യം ചില ആരാധകർക്കെങ്കിലും അതൊരു സങ്കടകരമായ കാര്യം തന്നെയാണ്. ആളുടെ കളി കാണാൻ വേണ്ടിയിട്ടാണ് ചിലവർ ബ്രസീലിന്റെ കളി തന്നെ കാണുന്നത് ആലോചിക്കണം. ബ്രസീലിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗോൾ കീപ്പറായിട്ട് അലിസൺ ബക്കർ, അതേപോലെ തന്നെ സെൻട്രൽ ഡിഫൻഡർമാരായിട്ട് മാർക്കീനസും അതേപോലെ തന്നെ ഗബ്രിയിലുമാണ്. അതേപോലെ തന്നെ വിങ്ങുകളിൽ നോക്കുകയാണെങ്കിൽ സാന്റോസും അതേപോലെ തന്നെ ഡാനിലോ ആയിരുന്നു. മിഡ്ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ കാസിമിറോയും പക്കറ്റയും അതേപോലെ തന്നെ ഗുയിമാറസും ആയിരുന്നു. 2 വിങ്ങുകളിലായിട്ട് വിനീഷ്യസും റിയാനും ഇറങ്ങിയപ്പോൾ സ്ട്രൈക്കർ റോളിൽ മാത്യു കുഞ്ഞാണ് ഇറങ്ങിയത്. അപ്പൊ നമുക്ക് ഇവരുടെ എന്താ പറയാ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ സ്റ്റാറ്റസ് കണ്ടിട്ട് ഇനിയിപ്പോ കളി കണ്ടവർക്ക് അറിയാൻ പറ്റും ഏത് ബ്രസീൽ എത്രമാത്രം സെക്കൻഡ് ഹാഫിൽ കളിച്ചത്. ഫസ്റ്റ് ഹാഫിൽ ഒന്ന് പതറി എന്നുള്ള കാര്യത്തിൽ, അതേപോലെ നെട്ടി പേടിച്ചു എന്നുള്ള കാര്യത്തിൽ ഒന്നും പറയാനില്ല. അത് ഉണ്ടായ സംഭവം തന്നെയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ബ്രസീലിന്റെ വമ്പൻ തിരിച്ചുവരവാണ്. 20 ഷോട്ടുകളാണ് അടിച്ചിട്ടുള്ളത്. അതിൽ 7 ഓൺ ടാർഗറ്റിലേക്കാന്നുള്ള കാര്യമാണ്. ജപ്പാൻ ആയിക്കോട്ടെ 5 ഷോട്ടുകൾ മാത്രമാണ് അടിച്ചിട്ടുള്ളൂ. അതിൽ 2 ഓൺ ടാർഗറ്റിലേക്കാണ്. 60% പൊസിഷൻ ഉണ്ടായിരുന്നു ബ്രസീലിന്റെ ഭാഗത്ത്, അവിടെ 40% പൊസിഷൻ ഉണ്ടായിരുന്നു. 679 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 300 പാസുകളാണ് ജപ്പാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായത്. 92% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു ബ്രസീലിന്റെ ഭാഗത്ത്, അവിടെയാണെങ്കിൽ 86%. 4 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ
ജപ്പാന് 13 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 യെല്ലോ കാർഡും ജപ്പാന് 3 യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്രസീലിന് 6 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ അവിടെ 2 കോർണേഴ്സ് മാത്രമേ വിൻ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫിലൊക്കെ കുറെ കോർണേഴ്സിലും സെറ്റ് പീസുകളിലൂടെ കുറെ ഗോൾ നേടാൻ വേണ്ടി ബ്രസീൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നടന്നില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ വ്യത്യസ്തമായ ഒരു ബ്രസീലിനാണ് കാണാൻ കഴിഞ്ഞത്. ജപ്പാന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവര് നെതർലാൻഡിനെ 2-2 സ്വീഡനെ ഗോൾഡ് ചെയ്ത സമനിലയിലും പരാജയപ്പെടുത്തി അവര് 4 പോയിന്റുമായിട്ടാണ് റൗണ്ട് 32 എത്തിയത്. അവിടെ വന്ന് ബ്രസീലായിരുന്നു അവരുടെ എതിരാളികൾ. പക്ഷെ അവർ ആദ്യ ഫസ്റ്റ് ഹാഫിൽ തന്നെ 1-0 ലീഡ് നേടുകയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇവർ ചെയ്ത മണ്ടത്തരം എന്ന് പറഞ്ഞാൽ, പക്ഷെ മണ്ടത്തരം എന്ന് പറയാൻ പറ്റില്ല, ബ്രസീലിന്റെ അത്രയും ഗംഭീര അറ്റാക്കിംഗ് ആയിരുന്നു. ഒരു സ്പേസ് പോലും കൊടുക്കാതെ ഗംഭീര അറ്റാക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതിനു മുന്നിൽ ജപ്പാന് അടിയറവ് വെക്കുകയാണ്. അപ്പൊ ജപ്പാന്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ ഗ്രൗണ്ടിൽ കാണിക്കുന്ന ഒരു എന്താ പറയാ അവരുടെ ഒരു അച്ചടക്കവും അതേപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റേഡിയത്തിൽ കാണിക്കുന്ന അവരുടെ കാണികൾ കാണിക്കുന്ന കളി കഴിഞ്ഞിട്ട് അവിടുത്തെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് എടുത്തു കൊണ്ടുപോകുന്നത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഒരു പോപ്കോൺ വീണ് കിടക്കുന്നത് അതടക്കം ആ ഒരു പൊറുക്കിയിട്ട് ആ ഒരു കവറിൽ ഇട്ടിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ഇവർ ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാലും ടാക്ടിക്സും അതേപോലെ തന്നെ ഫിസിക്കലും എങ്ങനെ കളി ഉണ്ടെങ്കിലും അവര് റഫറിമാരായിട്ട് കയർക്കാനും അതേപോലെ തന്നെ ഈ ഫൗളുകളും കാര്യങ്ങൾക്കൊന്നും ആർഗ്യൂ ചെയ്യാതെയും നല്ല രീതിക്ക് എന്താ പറയുക ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അവർ കളി അത്രയും എന്താ പറയാ സുന്ദരമായിട്ടാണ് അവർ കളി അവസാനിപ്പിച്ചതെന്നുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ഇനി ബ്രസീലിന്റെ വരും മത്സരങ്ങളെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.